മക്കൾ രാഷ്ട്രീയത്തിനെതിരെ മാണി ഗ്രൂപ്പ് വിട്ട് ജോസഫ് ഗ്രൂപ്പിൽ ചേർന്നവരെല്ലാം വഴിയാധാരം. ഉണ്ണിയാടനൊഴികെ ആർക്കും സീറ്റില്ല. കേരള കോൺഗ്രസിൽ പൊട്ടിത്തെറി. കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനായിരുന്ന KM മാണിയുടെ മരണശേഷം പാർട്ടി നേതൃത്വത്തിലേക്ക് അദ്ദേഹത്തിന്റെ പുത്രനായ ജോസ് കെ മാണിയുടെ കടന്നുവരവിനെതിരെ വിമർശനം ഉന്നയിച്ച പാർട്ടി വിട്ട് ജോസഫ് ഗ്രൂപ്പിൽ ചേർന്ന 1 ഡസനോളം മുതിർന്ന നേതാക്കൾക്ക് ആ പാർട്ടിയിൽ ലഭിക്കുന്നത് അവഗണന മാത്രം. കേന്ദ്രമന്ത്രിയും മുൻ എംപിമാരും മുൻ MLA-മാരും അടങ്ങുന്ന നേതൃസംഘം ഇന്ന് പാർട്ടിക്കുള്ളിൽ കറിവേപ്പിലയ്ക്ക് സമമാണ്. KM മാണിയുടെ കാലശേഷം ആ പാർട്ടി ഇല്ലാതാകുമെന്നും ജോസഫിന്റെ കൂടെ ചേർന്നാൽ തങ്ങൾക്ക് വലിയ പദവികൾ ലഭിക്കുമെന്നുള്ള ധാരണയിലാണ് അവരെല്ലാം ജോസിനെ വിട്ട് ജോസഫിനൊപ്പം ചേർന്നത്. എന്നാൽ അവിടെ അവർക്ക് കാര്യമായ പരിഗണനയൊന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, പാർട്ടിയിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും അവർക്ക് നഷ്ടം. ജോസഫ് വിഭാഗത്തിന് മത്സരിക്കാൻ 8 സീറ്റുകൾ ലഭിച്ചപ്പോൾ അതിൽ 1 സീറ്റ് ലഭിച്ചത് തോമസ് ഉണ്ണിയാടന് മാത്രമാണ്. ബാക്കി വന്ന 7 സീറ്റുകളും നൽകിയത് പഴയ ജോസഫ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് തന്നെ. 2 സീറ്റുകളുടെ പേരിൽ തർക്കം നടക്കുന്നുണ്ടെങ്കിലും ലഭിച്ചാൽ അതിലും പഴയ ജോസഫ് വിഭാഗം തന്നെയായിരിക്കും മത്സരിക്കുക. മാണി ഗ്രൂപ്പ് വിട്ട് ജോസഫ് വിഭാഗത്തിൽ ചേർന്നതു മൂലം വഴിയാധാരമായ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ഒന്നാമതായി PC തോമസ്. മുൻ കേന്ദ്രമന്ത്രിയും ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിന്റെ യഥാർത്ഥ അവകാശിയുമായ അദ്ദേഹം ഇന്ന് പാർട്ടിയിൽ ഒരു നിലയും വിലയുമില്ലാതെ തഴയപ്പെട്ട നിലയിലാണ്. ഇപ്രാവശ്യം തനിക്ക് മത്സരിക്കാൻ സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതിനുള്ള സാഹചര്യമില്ല. അടുത്തത് ജോസഫ് M പുതുശ്ശേരി. മാണി 3 വട്ടം MLA ആക്കിയ നേതാവ്. തിരുവല്ല തനിക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ലഭിക്കാത്തതിലുള്ള തന്റെ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട്. മൂന്നാമത് MP ജോസഫ്. KM മാണിയുടെ മകളുടെ ഭർത്താവായ അദ്ദേഹം കഴിഞ്ഞ തവണ തൃക്കരിപ്പൂരിൽ മത്സരിച്ചിരുന്നു. അടുത്തതായി VK ലാലി. CF തോമസിന്റെ അനുയായിയായ അദ്ദേഹമാണ് കഴിഞ്ഞ തവണ ചങ്ങനാശ്ശേരിയിൽ മത്സരിച്ചത്. ഇക്കുറി ലാലിക്ക് സീറ്റ് നൽകാത്തതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികളാണ് നടക്കുന്നത്. അടുത്തതായി മുൻ MP ജോയ് എബ്രഹാം. മാണി വിഭാഗത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം പാർട്ടിക്കുള്ളിലെ അതിശക്തനായ നേതാവായിരുന്നു. ഇനിയിപ്പോൾ PJ ജോസഫിന്റെ പുറകിൽ തലയും കുമ്പിട്ടിരിക്കുന്ന ജോയ് എബ്രഹാമിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അടുത്തത് ജോസ് മോൻ മുണ്ടക്കൽ. ഇപ്രാവശ്യം ഉറപ്പായും ഏറ്റുമാനൂർ സീറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജോസ് മോൻ. അടുത്തത് ജിൽസ് പെരിയപുറം. കഴിഞ്ഞ ഇലക്ഷനിൽ പിറവം സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ മാണി ഗ്രൂപ്പ് വിട്ട ജിൽസ് തോമസ് ചാഴിക്കാടൻ ലോക്സഭ ഇലക്ഷനിൽ പരാജയപ്പെട്ടപ്പോൾ പിറവത്ത് പോത്തും പിടിയും വിതരണം ചെയ്ത് പ്രശസ്തനായെങ്കിലും ഇപ്രാവശ്യം നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇവരെ കൂടാതെ ഏറെക്കാലമായി ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരും ഇപ്രാവശ്യം തഴയപ്പെട്ടു. ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബ്, കുട്ടനാട് മുൻ UDF സ്ഥാനാർത്ഥി ജേക്കബ് എബ്രഹാം, മോനിച്ചൻ TU കുരുവിള തുടങ്ങിയവർ ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടവരിൽ ചിലർ മാത്രം. എന്നാൽ ഇങ്ങനെ ഒതുക്കപ്പെട്ടവരിൽ പലരും പാർട്ടിക്കെതിരെ പരസ്യമായി രംഗത്തെത്തിക്കഴിഞ്ഞു. അവർക്കിടയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ അത് തൊടുപുഴയിലെയും കടുത്തുരുത്തിയിലെയും ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികളുടെ പ്രകടനത്തെ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.